Hello guys, welcome back to my YouTube channel. So after a very long time ഞാൻ ഒരു ഷോർട്സ് ആയിട്ട് വന്നേക്കാണ്. നോസ് പിയേഴ്സിംഗ് ആണ്. ഞാൻ സെക്കൻഡും തേർഡും സ്റ്റഡ് അടിച്ചിട്ടുണ്ട്. ബട്ട് എനിക്ക് അതിനൊന്നും അങ്ങനെ അത്ര ടെൻഷൻ ഇല്ലായിരുന്നു. സെക്കൻഡ് അടിച്ചപ്പോൾ ഉണ്ടായിരുന്നു, ബട്ട് അതിനെയൊക്കെ കാലം നോസിൽ എനിക്ക് കുറച്ചധികം ടെൻഷനായിരുന്നു. കാരണം ഞാൻ വേണോ വേണ്ട എന്ന് പറഞ്ഞു പോയാണ് ഇത് ചെയ്തത്. എന്തായാലും രണ്ടും കൽപ്പിച്ചടിച്ചു. എൻ്റെ ഫേസിന് ചേരുമോ എന്നൊരു ഡൗട്ടായിരുന്നു. ബട്ട് അടിച്ചു കഴിഞ്ഞപ്പം അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. സോ അത്രേ ഉള്ളൂ. ബൈ. ദിസ് ഇസ് ദ തേർഡ് ഡേ ആഫ്റ്റർ മൈ നോസ് പിയേഴ്സിംഗ്. സോ ഇത് കാണാമല്ലോ എൻ്റെ നോസ് പിന്നോടെ എനിക്ക് ആക്ച്വലി ജസ്റ്റ് ഒരു നമ്മൾ പൊട്ട് വെക്കുന്ന പോലെ കാണാനുള്ളൂ. ആക്ച്വലി സ്റ്റഡ് കുറച്ചുകൂടെ ഉണ്ട്, ലെങ്ത് ആയിട്ടുണ്ടത്. അടിയിൽ നിന്ന് ഇങ്ങനെ പൊക്കി നോക്കാം. പിന്നെ ഈ നോസ് ഇതുപോലെ നോസ് പിയേഴ്സിങ് ചെയ്യാൻ ആരെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പെയിനും എന്താ ഇങ്ങനത്തെ കുറച്ച് ഇറിറ്റേഷനൊക്കെ കാണും. നമ്മുടെ മൂക്കിൽ ഇത്ര നാളില്ലാതെ ഫ്രീ ആയിട്ട് നടന്നിട്ട് ഇപ്പം ഒരു സംഭവം എടുത്ത് വെച്ചേക്കുന്ന പോലെയാണ്. സോ ഇതിനൊക്കെ നിങ്ങൾ റെഡി ആയിട്ട് വേണം പോകാൻ വേണ്ടി, ഇത് കുത്താൻ വേണ്ടി. സോ എന്നെപ്പോലെ എടുത്ത് ചാടി ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. ബട്ട് കുഴപ്പമില്ല, ഞാൻ എടുത്ത് ചാടി വേണം വേണ്ട എന്ന് പറഞ്ഞ് ചെയ്തതാണേലും ലൈക്ക് ഭംഗിയുള്ളതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് മുഖത്തിന് ചേരും എന്നുള്ളതുകൊണ്ട്. ചേരില്ലായിരുന്നു ഞാൻ ഇതൊക്കെ വലിച്ചൊരു കളഞ്ഞാൽ. ഞാൻ അങ്ങനത്തെ പ്ലാനിലാണ് പോയത്. ചേരുമോ ഇല്ലേ, എൻ്റെ മുഖത്തിനൊരുമാതിരി ആയിരിക്കുമോ എന്നുള്ളത്. സോ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഇപ്പം ഞാൻ വെച്ചേക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഈ പെയിൻ സഹിക്കാൻ നിൽക്കാതെ ദൂരി കളഞ്ഞാൽ. സോ കുഴപ്പമില്ലാത്തതുകൊണ്ട് വെച്ചേക്കുന്നു. സോ ആരെങ്കിലും ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളിതിനൊക്കെ റെഡിയായി പ്രിപ്പയർ ചെയ്ത് വേണം പോകാൻ. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാമല്ലോ ഇവിടെ നീരടിച്ചിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ പരന്നിരിക്കുകയാണ്. ആക്ച്വലി ഇവിടെ ഒരു കട്ട് പോലെ ഉണ്ട്, ഒരു വേവ് പോലെ ഉണ്ട്. ബട്ട് ഇവിടെ അതില്ല. അപ്പം തേർഡ് ഡേ സെക്കൻഡ് ഇന്നലെയൊക്കെ തൊട്ട് എനിക്ക് കുറച്ചുണ്ട് പെയിനും കാര്യങ്ങളൊക്കെ. പെയിൻ ആദ്യമേ ഉണ്ട്, പിന്നെ ഈ നീരൊക്കെ ഇന്നലെ ആയിട്ടാണ് എനിക്ക് കൂടിയത്. ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട്. ഇന്നാണ് ഇത്ര ആയെന്ന് തോന്നുന്നു. ഇന്നലെ വലിയ കുഴപ്പമില്ലായിരുന്നു, ഇന്ന് ഇത്രയും കുറച്ചുകൂടെ കൂടി. സോ ആഫ്റ്റർ കെയർ ഇത് ഞാൻ ഗൺ ഷോട്ടായിരുന്നു ചെയ്തത്. സോ അവർ പ്രത്യേകം പറഞ്ഞു ഉപ്പുവെള്ളം ഇടരുത് എന്ന്. ബട്ട് സെക്കൻഡും തേർഡും അടിച്ചപ്പം എനിക്ക് ഇത്ര ഇറിറ്റേഷൻ ഇല്ലായിരുന്നു. അവിടെ ശരിയായോണ്ടായിരിക്കും. അവിടെ പക്ഷെ നമ്മൾ ഉപ്പുവെള്ളം ഇട്ടായിരുന്നു. ബട്ട് ഇതിനങ്ങനെ എടുത്ത് പറഞ്ഞു, അന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇതിനെടുത്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. സോ ഗൺ ഷോട്ട് അടിക്കുന്നവർ ഓൾറെഡി സാനിറ്റൈസ്ഡ് ഇതാണ്, സ്റ്റഡാണ്. സോ അങ്ങനെ ചെയ്യരുതെന്ന് ചിലയിടത്ത് പറയും, ചിലർ പറയില്ല. ഞാൻ ആക്ച്വലി ഇതുപോലെ ഈ മുകളിൽ അടിച്ചേക്കുന്നത് ഇപ്പുറത്തും അടിക്കണം എന്ന് കരുതി പോയതാണ്. അതും ഇതും കൂടെ അടിക്കാൻ കരുതിയ. ബട്ട് ഞാൻ കല്യാണിലാണ് പോയത്. അവർ തേർഡ് വരെ അടിക്കുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് അടിക്കാൻ പറ്റിയില്ല. ഇനി വേറെ എവിടെയെങ്കിലും, ഇത് ഞാൻ മുകളിലത്തത് അവിടെ ഭീമയിലാണ് പോയി കുത്തിയത്. സോ ഇനി ചിലപ്പോൾ ഭീമയിൽ പോകേണ്ടി വരും. എന്തായാലും ഉടനെ ഇല്ല. ഇതിൻ്റെ പെയിൻ ഒന്ന് കുറയട്ടെ എന്ന് കരുതുന്നു. സോ ഞാനത് ഇപ്പോഴത്തേക്ക് വേണ്ട എന്ന് കരുതുന്നു. പിന്നെ എന്താ എൻ്റെ ആ ഒരു മൈൻഡ് സെറ്റൊക്കെ നോക്കിയിട്ട് എനിക്കറിയില്ല. ചിലപ്പോൾ സ്പോട്ടിൽ പോയി കുത്തിയാലോ എന്ന് പറഞ്ഞ് പോയി കുത്തുമെന്ന് എനിക്കറിയില്ല. സോ അങ്ങനെ കുത്തുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അത് വലിയ പെയിൻ എന്തായാലും മൂക്കിൻ്റെ അത്ര പ്രശ്നമില്ല. മുടി കുരുങ്ങുമ്പോൾ ഉള്ള ആ ഒരു പെയിൻ മാത്രമേ ഉള്ളൂ. സോ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ. ഞാൻ ആക്ച്വലി ഇതിന് മുന്നത്തെ വീഡിയോയിൽ നിർത്തണമെന്ന് കരുതി. ബട്ട് അത് ഭയങ്കര കുഞ്ഞായതുകൊണ്ട് ഞാനിതും കൂടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ടിൽ ദെൻ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.